ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിനഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ. അപ്പാ അപ്പാ അപ്പാ, ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിനഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ. ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിനഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ. അപ്പാ അപ്പാ അപ്പാ, ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. ഇത് അപ്പോസ്തലൻ നേരിട്ട് കണ്ട കാര്യമല്ല. യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലനല്ല ഇത് എഴുതുന്നത്. അദ്ദേഹം പറയുകയാണ്, പൗലോസ് പറയാണ്, ഞാനിത് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് പറയണേ, ഞാൻ നേരിട്ട് കണ്ടതല്ല, ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളല്ല. എന്നാൽ ഈ കർത്തൃമേശയെക്കുറിച്ച് പല കാര്യങ്ങൾ നേരിട്ട് കണ്ടവർ പറഞ്ഞതിനെക്കാട്ടിലും വ്യക്തമായി ആ കാലഘട്ടത്തിന് ശേഷം ശുശ്രൂഷ ചെയ്ത പൗലോസ്, യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാതെ ഇരുന്ന, യേശുവിൻ്റെ ശിഷ്യന്മാരെ ദണ്ഡിപ്പിക്കേണ്ടതിന് ഇറങ്ങിപ്പുറപ്പെട്ട് ദമസ്കോസിൽ വെച്ച് കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ആളാണ് ശൗൽ. അത് പൗലോസായി മാറുന്നു. ആ പൗലോസ് ശുശ്രൂഷയിൽ വരുമ്പോൾ അദ്ദേഹം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മുൻഗണന കൊടുക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ അദ്ദേഹം സ്വർഗീയ തലങ്ങളിൽ ആത്മാവിൽ എടുക്കപ്പെടുന്നു, സ്വർഗം കാണുന്നു. 3-ാം സ്വർഗത്തോളം അദ്ദേഹം പോയി എന്ന് പറയുന്നു. ശരീരത്തോടുകൂടെയാണോ ശരീരം കൂടാതെയാണോ എന്നറിയുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ അദ്ദേഹം പറയാണ്, ഞാൻ ഇന്നിപ്പം കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, എനിക്ക് നേരിട്ട് കണ്ടതല്ല, പക്ഷേ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. എങ്ങനെയാണ് പ്രാപിച്ചത്? ദർശനങ്ങളിലൂടെ കാണാൻ പറ്റും. ഈ സംഭവം വളരെ ക്ലിയറായിട്ട് പറയാണ്. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ പാനപാത്രവും അവൻ എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ കർത്താവിൽ നിന്ന്
കണ്ട് നേരിൽ കർത്താവ് ഈ ശുശ്രൂഷ കണ്ട് പറയുന്ന ആളുകളെക്കാൾ വ്യക്തമായി ആ സമയത്തില്ലാഞ്ഞ പൗലോസ് പറയുകയാണ്, ഞാനിത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞാനിത് പറയുകയാണ്. അതെങ്ങനെയാണ് പ്രാപിച്ചത്? ദർശനത്തിലൂടെ, അല്ലെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതിലൂടെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ പറയാണ്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. വചനം ദുർലഭമാകുമ്പോൾ, ജീവനുള്ള ദൈവവചനം ദുർലഭമാകുന്ന സ്ഥലങ്ങളിൽ ദർശനമില്ല. അതിവിടെ പറയുന്ന ദർശനം ഏറെയില്ലായിരുന്നു. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ദൈവവചനത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുമ്പം നമുക്ക് എന്നാ സംഭവിക്കുന്നത്? ദൈവിക ദർശനങ്ങളുണ്ടാകാൻ തുടങ്ങും. കർത്താവിൽ നമ്മൾ പ്രാപിക്കാൻ തുടങ്ങും. കർത്താവ് നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ തുടങ്ങും. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദർശനങ്ങൾ തരും. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇവിടെ പറയാണ്, ദർശനങ്ങൾ ഏറെ ഇല്ലായിരുന്നു, അന്ന് വചനം ഇല്ലായിരുന്നു. ഇവിടെ പറയാണ്, അങ്ങനെ ആ കാലത്ത് ഏലി തൻ്റെ സ്ഥാനത്ത് കിടന്നുറങ്ങി. കാണുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകമിരുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുത്തതിന് മുമ്പ് ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്നവൻ വിളി കേട്ടു. ദൈവമാണ് വിളിക്കുന്നത്. ശമൂവേൽ വിളി കേട്ടു, പക്ഷേ ദൈവമാണെന്ന് അറിഞ്ഞില്ല. അവൻ ഓടി ഏലിയുടെ അടുക്കൽ എത്തിച്ചെല്ലുകയാണ്. ഏലി പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോയി കിടന്ന്. യഹോവ പിന്നെയും ശമൂവേലിനെ വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞിരുന്നില്ല. ശമൂവേലിന് യഹോവയെ അറിയാമായിരുന്നില്ല. എന്നാൽ യഹോവയുടെ വചനം അന്ന് വരെ അവന് വെളിപ്പെട്ടതുമില്ല. യഹോവയുടെ വചനം വെളിപ്പെട്ടു വന്നില്ല. അപ്പോൾ യഹോവ 3-ാം പ്രാവശ്യവും എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഏലി പുരോഹിതന് പിടികിട്ടിയത്. ഇതൊരു ദർശനമാണ്, ഇത് ദൈവം തന്നെ ഇവനോട് ഇടപെടുവാണ്. അപ്പോൾ ഏലി പുരോഹിതൻ പറയുകയാണ്, എഴുന്നേറ്റ് ഏലി പുരോഹിതൻ 3-ാം പ്രാവശ്യം അവനോട് പറയുന്നത് എന്താണെന്നറിയാമോ? അടിയൻ ഇതാ എന്ന് വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട് പറയണം, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഈ കാലത്തും കർത്താവ് സംസാരിക്കുന്നുണ്ട്. ദർശനങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും വിവിധ മുഖാന്തരങ്ങളിലൂടെ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു എന്നോടും നിങ്ങളോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളെത്ര പേരും, കർത്താവ് എനിക്ക് ദർശനം വേണം, എനിക്ക് കർത്താവ് എന്നോട് ഇടപെടണം, സ്വപ്നങ്ങൾ വേണം, ആത്മാവിൻ്റെ വലിയ അഭിഷേകം എനിക്ക് വേണം. ദാഹത്തോടെ എത്ര പേരുണ്ട് ഇന്നും? അതാ പറഞ്ഞ, കർത്താവിൽ നിന്ന് പ്രാപിച്ച അപ്പോസ്തലൻ പറഞ്ഞ, കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിക്കുകയും നിങ്ങളോട് അറിയിക്കുകയും ചെയ്തതെന്നാൽ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാം ദർശനങ്ങളിലൂടെ. മനുഷ്യർ പറയുന്ന മാനുഷിക വാക്കുകളല്ല, ദൈവം ഇന്നും നമ്മളോട് ഇടപെടും ദർശനങ്ങളിലൂടെ, വെളിപാടുകളിലൂടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾ സ്വർഗീയ ദർശനങ്ങൾ തരണമേ, സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തരണമേ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവവചനം വായിച്ച് അത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും വിടുതൽ പ്രാപിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കും. ഹൃദയഭാരങ്ങൾ മാറി, ആകുല ചിന്തകൾ മാറട്ടെ. കർത്താവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന്
യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിനഗ്നി വേണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ. അപ്പാ 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 അപ്പാ, ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ.